കേരളത്തിലെ യുവകവയിത്രിക്ക് ദേശീയ അംഗീകാരം. സൃഷ്ടിപരമായ കഴിവും ആഴമുള്ള വികാരപ്രകടനവും കൊണ്ട് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചാണ് തിരൂർ പുറത്തൂർ ആശുപത്രി സ്വദേശിയായ 19-കാരി പ്രാർത്ഥന പ്രേം ദേശീയ തലത്തിൽ അംഗീകാരം നേടിയത്. സൃഷ്ടിപരമായ കഴിവും ആഴമുള്ള വികാരപ്രകടനവും കൊണ്ട് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് തിരൂർ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശിയായ പ്രാർത്ഥന പ്രേം. IBR അച്ചീവർ എന്ന ബഹുമതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകിക്കൊണ്ട് ദേശീയ തലത്തിലും അംഗീകാരം നേടി. ഒരു മണിക്കൂറിനുള്ളിൽ താൻ സ്വയം രചിച്ച 55 ഇംഗ്ലീഷ് കവിതകൾ അവതരിപ്പിച്ചാണ് പ്രാർത്ഥന പ്രേം ഈ നേട്ടം കൈവരിച്ചത്. ദുഃഖം, നഷ്ടപ്പെട്ട പ്രണയം, പശ്ചാത്താപം, മാനസിക വേദന തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പ്രാർത്ഥന പ്രേം കവിതകൾ രചിച്ചത്. 2026 മെയ് 29-ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എഡിറ്റോറിയൽ ബോർഡ് നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ നേട്ടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സാഹിത്യ പ്രതിഭ മാത്രമല്ല, മനുഷ്യന്റെ സങ്കീർണമായ വികാരങ്ങളെ ശക്തമായ കവിതകളാക്കി മാറ്റാനുള്ള കഴിവും പ്രാർത്ഥന പ്രേമിന്റെ ഈ നേട്ടം തെളിയിക്കുന്നുണ്ട്. തിരൂർ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശിയായ പ്രാർത്ഥന പ്രേം ആദ്യം തന്റെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതിനായാണ് കവിത എഴുതി തുടങ്ങിയത്. പിന്നീട് അത് ഒരു ഗൗരവമായ സൃഷ്ടിപരമായ ശ്രമമായി വളർന്നു. ഇത് ദേശീയ അംഗീകാരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തന്റെ ഈ നേട്ടത്തിന് പിന്നിൽ മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അവരുടെ വിശ്വാസമാണ് തനിക്ക് ആത്മവിശ്വാസം നൽകിയതെന്നും പ്രാർത്ഥന പ്രേം പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് പ്രാർത്ഥന പ്രേം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ഫോറൻസിക് ക്രിമിനോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകാനന്ദ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ജയ്പൂരിലാണ് പഠിക്കുന്നത്. കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങുന്നത്. കവിത എഴുതി തുടങ്ങാനുള്ള കാരണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പല സാഹിത്യക്കാരുടെയും ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും വ്യത്യസ്തമായ ഭാഷയിൽ അവർ സംസാരിക്കണ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭാഷയോട് കേൾക്കാനൊക്കെ. പിന്നെ അത് മെല്ലെ എഴുതാനൊക്കെ ശ്രമിച്ച് അങ്ങനെ ആദ്യമായിട്ട് കവിത എഴുതിയതൊക്കെ മലയാളത്തിലാണ്. പിന്നെ പോകെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങി. പിന്നെ മുഴുവൻ ഇംഗ്ലീഷിലോട്ടുള്ള കവിതകളായിരുന്നു ഫുൾ. ആദ്യം എഴുതിയ മലയാള കവിതകളിൽ ഒരു കവിത അച്ഛനെ പറ്റിയിട്ട് തന്നെയായിരുന്നു ഞാൻ എഴുതിയത്. അപ്പം അത് വായിച്ചപ്പോൾ അച്ഛനും അമ്മയാണേലും ഇങ്ങനെ കവിത എഴുതുന്ന അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും അത് എഴുതാൻ ഇനിയും എഴുതണം, ഇതൊക്കെ ഉള്ളത് വളരെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ എഴുതാൻ ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അവരുടേതായ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും എല്ലാം കവിത എഴുതാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ടായിരുന്നു. പ്രേംരാജ് ഷൈനി ദമ്പതികളുടെ മകളാണ് പ്രാർത്ഥന പ്രേം. ജയ്പൂർ വിവേകാനന്ദ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ പ്രാർത്ഥന പ്രേം തന്റെ ഈ നേട്ടം യുവ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പ്രചോദനമാണെന്നും ആത്മാർത്ഥതയും സമർപ്പണവും ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാമെന്നും ഈ എഴുത്തുകാരി പറയുന്നു. മോളുടെ ഈ കലാവാസന ഇതന്നെ കോവിഡ് സമയത്തൊക്കെ കവിത എഴുതിയിട്ട് കൊണ്ടുവരായിരുന്നു. അമ്മ കവിത ഇതാ, ഞാൻ മഴയെക്കുറിച്ച് എഴുതി, അച്ഛനെക്കുറിച്ച് എഴുതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കലാവാസന മോൾക്കുണ്ട് എന്നുള്ളത്. പിന്നെ അത് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഉണ്ണിയേട്ടനും അവളുടെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കവിതയൊക്കെ എഴുതുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മക്കൾക്ക് കഴിവുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ കവിത എഴുതണം, എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പോൾ എഴുതാറില്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ IBR അച്ചീവർ എന്നുള്ള ഈ ബഹുമതി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പാരൻസ് എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നി. ഇതിനെ അപ്ലൈ ചെയ്യുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സ്വയം നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുപ്പത്തിലേ അങ്ങനെ തന്നെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, ഇപ്പോൾ സ്പോർട്സിൽ നിൽക്കുന്നുണ്ടെന്ന് തന്നെ എന്തെങ്കിലും ട്രോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയണ്ടായിരിക്കുക. എല്ലാത്തിലും ഇംഗ്ലീഷ് ഫെസ്റ്റിലും എല്ലാത്തിലും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും അംഗീകാരം വാങ്ങിച്ചാണ് വരാറ്. അപ്പോൾ ഈ IBR അച്ചീവർ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകളൊക്കെ നിറയായിരുന്നു. അവൾ ആ മെയില് എനിക്ക് അമ്മ ഇതൊന്ന് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തന്നപ്പോൾ വായിച്ചപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണുകളാകെ നിറഞ്ഞു പോയി. ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നും ഈ നേട്ടത്തിന് ശേഷം സാഹിത്യരംഗത്ത് കൂടുതൽ മുന്നേറാനും ഭാവിയിൽ സ്വന്തം കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനും ഈ മിടുക്കി ലക്ഷ്യമിടുന്നുണ്ട്. വൺ ന്യൂസ്, തിരൂർ.
ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.